ഹായ് ഗൈസ്. അപ്പോൾ നമ്മളെ സാധനം ഇവിടെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി പറഞ്ഞാൽ എല്ലുകറി വെക്കലട്ടാ. എല്ലുകറി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് റിസ്ക് ഒക്കെ എടുത്ത് വെക്കണം എല്ലുകറി. അത് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റായിട്ട്. ഓക്കെ, എല്ലെടുത്തിക്കുന്നുണ്ട്. എല്ല് പറഞ്ഞാൽ നല്ല മൂരിക്കുട്ടൻ്റെ എല്ല, മറ്റേ മട്ടനെല്ലല്ല, മൂരിക്കുട്ടൻ്റെ എല്ലാണ് കേട്ടോ. അതിൽ നല്ല ഇതിനുള്ളിലേക്ക് നല്ല മജ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇത്രയും സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുക്കറിലിട്ട് വേവിക്കണം. ഓക്കെ, എല്ലുകറി ഉണ്ടാക്കാൻ എടുക്കുന്നത് ഒരു ചെറിയൊരു കുക്കറാട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ ഒരു 20-25 അടി കുക്കറിലിട്ട് അടിക്കണം. എന്നിട്ടാണ് ബാക്കി നമ്മൾ വഴിയെ കാണിച്ചു തരാം. അപ്പം ഇതിലേക്ക് ആദ്യമായിട്ട് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ കുറച്ച് ഓയിൽ ഒഴിക്കണം. ഈ അടിയിലതാ കുറേ ടൈം കുക്കറിൽ ഇരിക്കാനുള്ളതല്ല. അപ്പം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മളിതിൽ കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഓയിൽ വെളിച്ചെണ്ണുള്ളൊരു വെളിച്ചെണ്ണ ഉപയോഗിക്കുക, ഓയിലുള്ളൊരു ഓയിൽ ഉപയോഗിക്കുക. നമ്മൾ കുറച്ച് അടി പിടിക്കാതിരിക്കാൻ ഇതിൽ കുറച്ച് ഓയിൽ, അത് മതി, കുറച്ച് ഓയിൽ. ഇനി നമ്മൾ ചെയ്യണത് ഇതിലേക്ക് ഇപ്പോൾ ഓയിൽ വെച്ചിന് നമ്മൾ കഴുകി ഉണ്ടാക്കിയ എല്ലിട്ടാം. ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാം. അപ്പം ഞാൻ കുറച്ച് അധികം മഞ്ഞപ്പൊടി ഇട്ടുണ്ട്, കാരണം എല്ലാം ആയതുകൊണ്ട് കുറച്ച് കൂടി ഇട്ടാം. ഇനി മുളക് പൊടി, അതേപോലെ തന്നെ മുളക് പൊടി നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട്. ഒരു 1.5 സ്പൂൺ, അധികം ഇടുന്നില്ല. നമ്മൾ എരിവിനോട് വലിയ ഇഷ്ടമില്ല. പിന്നെ മല്ലിപ്പൊടി അതേപോലെ 2 സ്പൂൺ ഇടും. ഫസ്റ്റത്തേക്ക് 2 സ്പൂൺ. നമ്മൾ ഉപ്പ് കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് തൽക്കാലം ഉപ്പ് മതി നോക്കിയിട്ട് പാകത്തിന് അടുത്ത മസാല കൂട്ടുമ്പോൾ അതിൽ ഉപ്പ് ഇടുക. ഇത് 2 ഉണ്ടാക്കും. ആദ്യം എല്ലാം ഇതാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കും. ഇനി അധികം നമ്മൾ കുറച്ച് എന്ത് ചെയ്യും, ഉപ്പിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. നല്ല മിക്സ് ചെയ്യട്ടാം. ഇതിൽ കുരുമുളക് ചേർക്കേണ്ടവർക്ക് ഇപ്പോൾ കുരുമുളക് ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ കുരുമുളക് ചേർക്കുന്നുണ്ട്. നമ്മൾ കുരുമുളക് ഇതിൽ കുറച്ച് ചേർക്കട്ടോ. ഇത് ഒറിജിനൽ നമ്മൾ വീട്ടിലത്തെ കുരുമുളകാണ്, കടയിൽ നിന്ന് വാങ്ങിയതല്ല. അപ്പോൾ അത് കുറച്ച് ഇതുണ്ടാവും. കുരുമുളക് ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക, ഒരു 8 ഗ്ലാസ് വെള്ളം കേട്ടോ. അപ്പോൾ മസാല സംഭവങ്ങൾ ഒഴിക്കുന്നു. ഇനി നമ്മളെന്ത് ചെയ്യും, ഫസ്റ്റ് തന്നെ പച്ചമുളക് ഇടുക. പച്ചമുളക് കഴിഞ്ഞാൽ കുറച്ച് തക്കാളി, അതുപോലെ തന്നെ കുറച്ച് വലിയ ഉള്ളി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ അടുത്ത് വെളുത്തുള്ളി ശരിക്കും നമ്മൾ ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് ഇടാത്ത. കാരണം അത്രയും ടൈം അതിൽ കിടന്ന് വേവണമല്ല. അത് കഴിഞ്ഞ് കുറച്ച് ഇഞ്ചി നിർബന്ധമായിട്ട് ഇടണം. അത് കഴിഞ്ഞ് കുറച്ച് ഉലുവ, കുറച്ചും കൂടി മതി. മതി. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1/2 സ്പൂൺ ഉലുവ. ഓക്കെ, ഇവിടെ ഒന്നും കൂടി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നല്ല മിക്സ് ചെയ്യാം. ഇത് കുറച്ച് വെള്ളം ഉണ്ട്. അപ്പം നമുക്ക് എന്താ വെച്ചാൽ അടി ഇത് ചിലപ്പോൾ കുറച്ച് കരിയും. അപ്പം ഒരു ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, ഒരു സാധനം കൂടി മറന്നു. നമ്മളെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും 10 രൂപയോളം ഈ ഒരു ഗരം മസാലൻ്റെ മിക്സ്. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് ഗരം മസാല മിക്സ് പൊടിക്കാതെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഗരം മസാല പൊടി ഉണ്ടല്ലോ, ആ പൊടി നമ്മൾ എന്ത് ചെയ്യും, മറ്റേ ഇതിൻ്റെ സെക്കൻഡ് കൂട്ട് കൂട്ടും, അതിലിട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 10 അടി അയക്കണ്ട. നമുക്ക് എങ്ങനെ വന്നാലും 20 അടിയെങ്കിലും ആവണം, എന്നിട്ട് എടുക്കാൻ പാടുള്ളൂ. നമ്മളിവിടെ കുക്കർ ഏകദേശം 20 അടി ആയിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഒരു ചെറിയൊരു ഫ്രൈ പാൻ ഒരു പാത്രത്തിലുണ്ട്, ഇപ്പോൾ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കിയത് തുറന്നു നോക്കിയില്ലെങ്കിൽ ഉള്ളിലെ അവസ്ഥ എന്താണുള്ളത്. കുറച്ച് മതിട്ടാ, മതി. അതൊന്ന് അതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് വെളിച്ചെണ്ണ ചൂടായിക്കോട്ടെ. ചൂടായിട്ട് നമ്മൾ
ചെറിയ സൗണ്ട് കേൾക്കും. അപ്പം എന്ത് ചെയ്യുക, ചെറുതായിട്ട് ഇതിലേക്ക് കുറച്ച് ഉലുവ. അപ്പോൾ നമ്മളിതിൽ ഉലുവ ഇട്ടിട്ടാണ് ഇനി കുറച്ച് ജീരകം ഇട്ട്. കാരണം എല്ലുകറിയുടെ ടേസ്റ്റിലായിക്കോട്ടെ ജീരകം ഉണ്ടാകുമ്പോൾ ടേസ്റ്റിൽ മാറ്റം വരും. അത് കഴിഞ്ഞ് നമ്മളെ കുറച്ച് ഇഞ്ചി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുതായിട്ട് പച്ചമുളക്, 4 ഇഞ്ചി പച്ചമുളക് ഇടുന്നുണ്ട്. നന്നായിട്ട് ഇറക്കി കൊടുക്കുക. ഇനി നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയുണ്ട്, വലിയ ഉള്ളിയുണ്ട്, രണ്ടും കൂടി മിക്സ് ചെയ്തായിട്ടാണ്. രണ്ടും കൂടി മിക്സ് ചെയ്തായിരുന്നിട്ട് നല്ല വഴറ്റിട്ടുണ്ട്. തക്കാളി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഇട്ട് ഉള്ളി നല്ല വാടിയിട്ട് തക്കാളി എല്ലാം നല്ല വാടിക്കുന്നു. അപ്പോൾ ഞാൻ എനിക്കിത് എല്ലാം ആയതിനത് കാണിച്ചു കേട്ടോ. നമ്മൾ കുക്കറിലിട്ടിട്ട് അടിച്ചിട്ട് എത്ര അടി അടിച്ചാൽ 20 അടി അടിച്ചു. വേറെ ലെവൽ ഇതൊക്കെ 20 അടിമ കുക്കറിൽ ഇത് കണ്ടില്ലേ, എല്ല് വേറെ ലെവലായി. ഇനി നമ്മൾ ഏകദേശം ഒരു 1/2 മണിക്കൂറോളം ഈ മസാലയിൽ ചേർന്നത് സെറ്റാവും. ഇത്രയും മസാലയിൽ ഓൾറെഡി പകുതി മസാല ഉണ്ട്, ഈ പകുതി തീരും. വേറെ ലെവലാണ് മോനെ. ഞാൻ പറഞ്ഞത് കാണിച്ചു തരാം എങ്ങനെയാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഫുള്ള് വീഡിയോ ഇരുന്ന് കാണണം. അപ്പോൾ കേസ് ഇനി അടുത്ത് ചെറുതായിട്ട് ഇതേപോലെ മസാല കേട്ടോ. അപ്പോൾ മസാല നമ്മൾ നേരത്തെ ഇതിനെ കുറച്ച് മഞ്ഞപ്പൊടി, അതായത് രുചിക്ക് അതുപോലെ ഓറഞ്ച് മുളകാണില്ല, അപ്പോൾ കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ മസാല മല്ലിപ്പൊടി ഇവിടെ 1 2 ശേഷം ഒരു 2.5 ഉപ്പ് എടുത്തിട്ടാണ്. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് അതിലേക്ക് ഉപ്പുണ്ട്, അപ്പോൾ ഓവറാവും. ഓക്കെ, നന്നായിട്ട് ഇതിനെങ്ങനെയാണ് ഇതാക്കിയിട്ട് നല്ല ഇളക്കി കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഇട്ടെടുക്കുക. നമ്മളെന്ത് ചെയ്യാം, ഇതിലുണ്ടാക്കി വെച്ച എല്ലില്ലേ, ഇതിൽ കറിയില്ല കേട്ടോ, ആദ്യം എല്ല് ഇതിലേക്ക് കയറ്റി കൊടുക്കുക. പിന്നെന്താ എല്ല് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന എല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഒരു കാറും ബാക്കിലൊരു കാറും കേട്ടോ. ഇതിന് നമ്മൾ കുറച്ച് അതതിൻ്റെ നെയ്യാണ്. ഞാൻ വിചാരിച്ച് വെള്ളം ഉണ്ടാവുന്നില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതങ്ങോട്ടാണ് കൊടുക്കുക. ഗേസ് സത്യം പറയല്ലോ ഒരു രക്ഷയിലെട്ടാണ്, കുറ്റം പറയുന്നു. ആ ഗേസ് സത്യം പറയല്ലോ ഒരു രക്ഷയിലെട്ടാണ്. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കി, ഇനി കഴിഞ്ഞിട്ടില്ല. അതിലുണ്ടോ ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ്. ഓ ഓ ഓ വേറെ ലെവൽ. അപ്പോൾ കഴിച്ച് നമ്മൾ എല്ലുകറി ഏകദേശം ആയിട്ട് ഇത് ഏകദേശം 15 മിനിറ്റിന് മേലെ കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാറോ, കുറച്ച് ചപ്പും പൊതിനുണ്ട്, അതിങ്ങനെ വിതറി കൊടുക്കുക. കുറച്ച് തോന്നിട്ടാൽ എന്താ വെച്ചാൽ എന്തെങ്കിലും ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സംശയമായിട്ടാണ്. ഞാൻ എല്ലുകറി ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. പക്ഷെ നാട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ആയിട്ടാണ്, കുറേ ഒരു 2-3 വർഷമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ തൽക്കാലം കുറച്ച് ഗ്രേവി മാതിരിയാണ്, കുറച്ച് കട്ടിയുണ്ട്. ഇതൊക്കെ നല്ല സ്മൂത്തായിട്ടാണ്. ഇനി തിന്നുന്ന സമയത്ത് കാണിച്ചു തരാം. വഴി കഴിഞ്ഞില്ല കേട്ടോ, പീസോട് ഇതിൽ വന്ന് വിട്ടിക്കുന്നു എന്താ കലത്തിക്കണം. ടേസ്റ്റ് നോക്കൽസ്. അപ്പോൾ കഴിച്ച് നമ്മൾ എല്ലുകറി ഏകദേശം ആയിട്ട് ഇത് ഏകദേശം 15 മിനിറ്റിന് മേലെ കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാറോ, കുറച്ച് ചപ്പും പൊതിനുണ്ട്, അതിങ്ങനെ വിതറി കൊടുക്കുക. കുറച്ച് തോന്നിട്ടാൽ എന്താ വെച്ചാൽ എന്തെങ്കിലും ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സംശയമായിട്ടാണ്. ഞാൻ എല്ലുകറി ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. പക്ഷെ നാട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ആയിട്ടാണ്, കുറേ ഒരു 2-3 വർഷമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ തൽക്കാലം കുറച്ച് ഗ്രേവി മാതിരിയാണ്, കുറച്ച് കട്ടിയുണ്ട്. ഇതൊക്കെ നല്ല സ്മൂത്തായിട്ടാണ്. ഇനി തിന്നുന്ന സമയത്ത് കാണിച്ചു തരാം. വഴി കഴിഞ്ഞില്ല കേട്ടോ, പീസോട് ഇതിൽ വന്ന് വിട്ടിക്കുന്നു
എന്താ തലതിക്കണം. അടിപൊളിയായിട്ട് നമ്മളിവിടെ എല്ലുകറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിന്നാൻ പോകുന്നു. ഹായ് ഗേസ്, നമ്മളിവിടെ എല്ലുകറി ഇവിടെ സെറ്റ് ആയിക്കണ്. എല്ലുകറി സെറ്റ് ആയിക്കണ്. ഇതെന്താ ചൂടോടൊക്കെ പുക ഇങ്ങനെ പൊന്തണണ്ടില്ല. അതേപോലെ അതിമനോഹരമായി ഉണ്ടാക്കിയ സാധനം എല്ലുകറി. അതിൽ മജീദൊക്കെ കറങ്ങി നല്ല മസാല ഇത് സെറ്റാണ്. ബിസ്മില്ലാ. അടിപൊളിയാണ്. അടിപൊളിയാണ്, അടിപൊളി. ഒരു രക്ഷയില്ല. നമ്മളെന്തായാലും മസ്റ്റ് ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കുറേ ദിവസമായി ഇതിങ്ങനെ മനസ്സിലിങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടാക്കണം കഴിക്കണം എന്നൊക്കെ ഉള്ളത്. അൽഹംദുലില്ലാ നല്ല ടേസ്റ്റ്. ഒരു രക്ഷയില്ല. ഇത് ഒരു കാര്യം പറഞ്ഞിട്ടെ, വീഡിയോ എടുത്തു തരാൻ ആളിയാത്തതുകൊണ്ടാണ്. എല്ലാണെങ്കിൽ അതിൻ്റെ ഒന്നുകൂടി സ്മൂത്ത്നെസ് ഞാൻ കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബീഫ് ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിലാട്ടോ എല്ലുകറിക്ക് വേറെ ടേസ്റ്റാണ്. കറിയൊന്നുമില്ല. സത്യം പറയാലോ ഭയങ്കര ടേസ്റ്റ്. സംഭവം കുറച്ച് തോന നേരം ഇതിൽ വെക്കണം എന്ന് കേട്ടോ. കുക്കറിന് അപ്പോൾ ഗൈസ് ഞാനിത് നിന്ന് തീർക്കട്ടെ. അപ്പോൾ ഞാനൊന്ന് തിന്ന് തീർക്കട്ടെ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യാം, എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. മജ കുറവാണ്. ചെറിയ കുട്ടൻ്റെ മജ കുറവാണ്. പക്ഷെ എല്ല് ഒരു രക്ഷയില്ല. എൻ്റെ വീഡിയോ കാണുന്നവർ എന്തായാലും ഒരു വട്ടം ഇങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്യട്ടോ. മസ്റ്റ് ട്രൈ ഞാൻ പറയുള്ളൂ. മസ്റ്റ് ട്രൈ. നല്ല ടേസ്റ്റാണ്. ഞാട്ടമായി സിമ്പിളായിട്ട് കുറച്ച് സാധനങ്ങൾ ഇട്ടാണ്ട് ഒരു വട്ടം കുക്കറിലിട്ട് അടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മസാല സെറ്റാക്കിയിട്ട് അങ്ങനെ അടിക്കുക. ഒരു രക്ഷയില്ല.
അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവരും വണക്കം. ബൈ ബൈ, സീ യു.